എന്നാ പറയാനാ, ആവശ്യക്കാരൻ ഇരിക്കപ്പുറതില്ലല്ല. കാലത്തെ മുതൽ കാത്തിരിക്കുന്ന ഇതാ ബേസ്മെന്റ്. 9000 സ്ക്വയർ ഫീറ്റ്, AC ഹാള്, 9 AC റൂം, AC ഡൈനിങ് ഹാൾ. ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. അപ്പോഴാ ഇദ്ദേഹം. ഏതായാലും ഭാഗ്യമായെന്ന് കരുതിക്കോളൂ. റെയിൽവേയുടെ റിസർവേഷൻ ചാർട്ടിന്റെ കോപ്പി SI കാണിച്ചു തന്നു. കൂടെ യാത്ര ചെയ്ത ആളെയും കണ്ടു. എന്നാലും മേനോ സാർ കാണിച്ചത് കുറച്ച് കടുപ്പായി. എന്തെങ്കിലും ഒരു വിവരം അറിയിച്ചിരുന്നെങ്കിൽ. അല്ല, അതിപ്പോ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല എന്നും കൂട്ടാം. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാലോചിക്കണം. ചിലപ്പോ ബോംബെ വരെ പോകേണ്ടി വരും. അത് നമ്മൾ പോണോ അതോ പോലീസ് പോണോ എന്നൊക്കെ അന്വേഷിക്കണം. എന്നാ കാര്യമാ? ഒന്നുമില്ല. അല്ല, പോലീസ് എന്ന് കേട്ടപ്പോ വല്ല മോഷണ കേസുവാ? അല്ലല്ല, ഇവരുടെ അച്ഛൻ ഒരു ദിവസം ആരോടും പറയാതെ ഒരു പോക്കങ്ങ് പോയി ബോംബെക്ക്. അത്രേ ഉള്ളൂ? വല്ല തീർത്ഥാടനവും പോയതായിരിക്കുന്നേ. എന്നാലും വീട്ടിൽ പറഞ്ഞിട്ട് പോകാലോ. അതേ, പറഞ്ഞിട്ട് പോയാ യാത്രയുടെ ഫലം കുറഞ്ഞു പോകുമെന്ന് ചില ഹിന്ദുക്കൾ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മൂത്ത ചേട്ടത്തിലെ കെട്ടിയോൻ 70-ാം വയസ്സിൽ ഇതുപോലൊരു പോക്ക് പോയതാ. എന്നാ ചെയ്യാനാ? നാടായ നാടൊക്കെ തിരക്കി, എവിടെ ആളില്ല. ഒടുക്കം 3 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു ദിവസം ദാ കയറി വരുന്നു. ആ പോക്ക് എവിടെ വരെ പോയെന്നാ? അങ്ങ് വത്തിക്കാൻ വരെ. പാസ്പോർട്ട് ഉണ്ടോ, വിസയുണ്ടോ? ഇല്ല. എന്നാലും അങ്ങേര് എങ്ങനെയോ പോയി വന്നു. ചിലരങ്ങനെ ഭക്തി മൂത്ത ഭ്രാന്താവും. മേനോ സാറിന് അങ്ങനെയുള്ള ഭ്രാന്തുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പറയാതെ പോകുന്ന ഒരു ഭ്രാന്തല്ലേ. അങ്ങേരുടെ പുറകിനോടുന്ന എന്നാത്തിനാ? കുറെ കാശ് കളയാ, അല്ലാതെ യാതൊരു വിശേഷവും ഇല്ല. ചിലപ്പോ നാളെ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ്, അതും അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോ അങ്ങേര് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പോയതുപോലെ തിരിച്ചു വരും. അങ്ങനെ കാത്തു നിൽക്കാൻ പറ്റില്ല. കുട്ടികളോട് ഒറ്റയ്ക്കാണേ. അപ്പൊ പിന്നെ എന്നാ ചെയ്യാൻ പോവാ? എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഇതൊക്കെ കൊണ്ടാ ഞാൻ അന്നേ താങ്കളോട് പറഞ്ഞത് ഉടനെ ഈ പണി ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന്. ആലോചിക്കാവുന്നല്ലേ എന്ന് പറഞ്ഞത്? അതെ, പക്ഷെ ഇതാണ് പ്രശ്നം. ഇവരെ സഹായിക്കാൻ മറ്റാരുമില്ല. മുഷിയരുത്, വേറെ വല്ലരും നോക്കിക്കോളൂ. എന്താ ആരും കാണുന്നില്ലല്ലോ? എല്ലാവരും പോയി. പോയോ? പുതിയ എഞ്ചിനീയർ വന്നിരുന്നു. നമ്മുടെ മിക്സ് ചെയ്ത കോൺക്രീറ്റിന്റെ സാമ്പിൾ എടുത്തോണ്ട് പോയി. അതിന്റെ റിപ്പോർട്ട് വരുന്നവരെ പണി നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുക. 8-10 വർഷമായി ഞാൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ എന്റെ വർക്കിനെ പറ്റി ഒരു റിമാർക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും വേണ്ടായിരുന്നു സാർ. ഞാനിപ്പോ മുള്ളുമല നിൽക്കുന്നത്. സാറിനറിയോ, ഇല്ലാത്ത പലിശയ്ക്ക് കണമായിട്ട് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഐ എം ഹെൽപ്ലെസ്. എന്റെ സുപ്പീരിയർ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഏത് സുപ്പീരിയർ? സൂപ്രണ്ടിങ് എഞ്ചിനീയറോ? ഞാൻ ആ മനുഷ്യനോട് ഒരു അപരാധം ചെയ്തിട്ടില്ല. കാണേണ്ട രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുകളിലുള്ള കരുതിക്കുന്നതാവും. ഏതായാലും റിസൾട്ട് വരുന്നവരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. സാമ്പിൾ എടുത്തത് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ലെന്ന് തെളിഞ്ഞാ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ വെറും ഓരോ കാരണങ്ങൾ മാത്രല്ലേ. അധികാരത്തിലിരിക്കുന്നവർക്ക് നമ്മളെ പോലുള്ള പാവങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ എത്രയോ മാർഗങ്ങളുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്യണം. ബാങ്ക് ലോണൊക്കെ ഒരുപാടുള്ളതല്ലേ. സൂപ്രണ്ടിങ് എഞ്ചിനീയറെ കണ്ടിട്ട് ശരിയായില്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയി ഓരോരുത്തരുടെയും തിണ്ണനിറങ്ങണം. പാട് തന്നെ. ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ജീവിതത്തിൽ ആദ്യമായിട്ടാ. ഇവിടെ താമസിച്ചിട്ട് ഞങ്ങളുടെ കഷ്ടകാലം അങ്ങോട്ട് പകർന്നതാവും. ചേച്ചേ, എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നേ? അല്ല, ശാപം കിട്ടിയ ജന്മോ ഞങ്ങളുടേത്. ചെറുപ്പത്തിൽ തന്നെ അമ്മ പോയി. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ മുത്തശ്ശൻ പോയി. അച്ഛനും എവിടെയാണെന്നറിയില്ല. അടുപ്പമുള്ളവർക്കെല്ലാം വേദനിക്കാനേ നേരുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ ചിന്തിക്കുന്നത്? ഇത് ഞങ്ങള് കോൺട്രാക്ടർമാരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളാ. ആദ്യം ആയതുകൊണ്ട് എനിക്കൊരു അല്പം ഷോക്കായി പോയെന്ന് മാത്രം. അതൊക്കെ ഞാനിപ്പോ ശരിയാക്കൂലേ? നല്ല ധൈര്യമുള്ള ആളാണെന്നാ ഞാൻ വിചാരിച്ചേ. കംപ്ലീറ്റ് കളഞ്ഞു. ചെല്ലട്ടെ. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ, ബാലും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. കഴിച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര ദേഷ്യ. പിന്നെ ഒരാള് വീട്ടിൽ വന്നിട്ട് പോകുമ്പോ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാൻ പാടില്ല. അപ്പൊ ഗുഡ് നൈറ്റ്. എന്താ സംഭവം? എന്താന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല. ഇരുട്ടിന്ന് 2 പേരുടെ നേരെ ചാടി വീണു. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആകെ പേടിയാവുക. ഹേയ്, അങ്ങനെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമോ? മുറിവ് വല്ലതും പറ്റിയോ? സാരമില്ല. നിങ്ങൾ പോയിക്കോ, ഒന്നും പേടിക്കണ്ട. ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. ഇതൊക്കെ ആരാന്നാ മനസ്സിലാവാത്തത്? ഈ ലോകം നിറച്ച് ദുഷ്ടന്മാരല്ലേ. എന്നാലും എന്നെ ഒരു എത്തും പിടി കിട്ടുന്നില്ല. നേരം വൈകി പോയി കിടന്നോളൂ.
ശേഖരമേനോന്റെ തിരോധാനത്തെ പറ്റിയിട്ടുള്ള അന്വേഷണം കറക്റ്റ് റൂട്ടിലാണ് നീങ്ങുന്നത് എന്നതിന്റെ തെളിവാണിത്. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രമാദേവി മർഡർ കേസിൽ ഡിവൈഎസ്പിയുടെ നിഗമനങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ശരിയാണെന്ന് അയാൾ വാദിച്ചു. ദെൻ ഗോ ഹെഡ് വിത്ത് യുവർ ഇഡിയോട്ടിക് ബുൾഷിറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്നായി ഞാൻ. പിന്നീട് ഞാനാണ് ശരിയെന്ന് തെളിഞ്ഞെങ്കിലും മേലധികാരിയോട് മോശമായി സംസാരിച്ചതിന് ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. 2 വാക്കുകൾ, ഇഡിയോട്ടിക്, ബുൾഷിറ്റ്. ഞാനത് പിൻവലിക്കണം. എനിക്ക് മനസ്സില്ല. അതുപോലെ ഹരി എന്നോട് പറഞ്ഞതൊന്നും പിൻവലിക്കണ്ട. കാരണം ഹരി എന്നെ പ്രകോപിപ്പിച്ചതുകൊണ്ടാ പൂനെയിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് ടിയുടെ ചാർട്ടിന്റെ കോപ്പി വരുത്താൻ എനിക്ക് കഴിഞ്ഞത്. ഇതാ നോക്കൂ. കുർള എക്സ്പ്രസ്, സെപ്റ്റംബർ 13th, ട്രെയിൻ നമ്പർ 6636, 3 ടയർ, സീറ്റ് നമ്പർ 21, കുറ്റിപ്പുറം ടു ബോംബെ. പി ശേഖരമേനോൻ, എൻഷെ. എൻഷെ എന്ന് വെച്ചാൽ നോട്ട് ജോയിന്റ് എന്ന് വെച്ചാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളത് സത്യം. പക്ഷെ മേനോൻ അതിൽ യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളത് അതിലും വലിയ സത്യം. അപ്പൊ ഹമീദ് പറഞ്ഞത് ഒരു നുണ സത്യമാക്കാൻ പുറകിലാരോ ചരട് വലിക്കുന്നുണ്ടെന്നർത്ഥം. ഇന്നിപ്പോ ഇരുട്ടിന്ന് നിന്റെ മേലെ ചാടി വീണവരുടെ പുറകിലും മറ്റാരുമല്ല. ഹലോ, സഫർ ട്രാവൽസ്, ഗുഡ് മോർണിംഗ്. അത് ഞാൻ ഹമീദാണ്. ഗ്രൂപ്പ് ടിക്കറ്റോ? പിന്നെന്താ, എന്നത്തേക്കാ വേണ്ടേ? ശരി, ഞാൻ ആളെ അങ്ങോട്ട് അയക്കാം. അല്ല, ഞാനിവിടുന്ന് ഫ്രീ ആകുമ്പോൾ രാത്രിയാവും. 8:30 ഓഫീസ് ക്ലോസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് മതിയെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ തന്നെ വരാം. ഓക്കെ, ബൈ. വരണം. ഫോൺ ചെയ്തത് ഞാനാണ്. ക്ലബിന്റെ മീറ്റിംഗ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓഫീസിലോട്ട് വരാൻ കഴിയാതിരുന്നത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. എത്ര പേർക്കാ ടിക്കറ്റ് വേണ്ടത്? അത് പറയാം. അതിനു മുമ്പ് ചെറിയൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. അതായത് പൂനെന്ന് ടിയുടെ ചാർട്ട് വരുത്തി. ശേഖരമേനോൻ നോട്ട് ജോയിന്റ്. അപ്പൊ പിന്നെ ഏത് ശേഖരമേനോന്റെ കൂടിയാ ഹമീദ് എന്ന് യാത്ര ചെയ്തത്? എന്താ ഇൻസ്പെക്ടറെ നിങ്ങൾ ഈ പോലീസ് മുറിയിൽ വളച്ചുകെട്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അല്ലാതെ ഹമീദ് പറയുമല്ലോ. പറയാം. ഇത് യാത്ര ചെയ്യാത്ത മേനോന്റെ പേരിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആരാ? കൂടെ യാത്ര ചെയ്തെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാരാ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്തിനാ ഇടിയും കുത്തുമൊക്കെ? ചിലപ്പോ പ്രലോഭനം കൊണ്ടാവാം, അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ടാവാം. ഒരു നുണ പറഞ്ഞുപോയി. ഇടിക്കാതെ തന്നെ ഹമീദ് സത്യം പറയുമല്ലോ.